ഇതാണ് 7 പാറ്റേൺ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി വേറൊരു ടൈപ്പ് ലീഫ് ഉണ്ട് നമുക്ക്, അതായത് ബനാന ലീഫ് എന്നുള്ളത് നമ്മൾ ഇപ്പം ട്രെൻഡിങ്ങിലുള്ള ഒരു സംഭവമാണ് ബനാന ലീഫ്. ആ ഒരു ബനാന ലീഫ് എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിക്കാം. ആദ്യം തന്നെ ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം ഞാൻ ഒരു ബനാന ലീഫ് വരച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം ആദ്യം, അതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ എങ്ങനെയാണ് വരക്കാന്നുള്ളതൊക്കെ. ഇതാണ് ബനാന ലീഫ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. കോണിന് പ്രഷർ കൊടുക്കാതെ വേണം ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഓവർ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, നീറ്റ് ഉണ്ടാവില്ല. നാളെ നമുക്ക് കമ്പൈൻഡ് ഡിസൈൻസിൻ്റെതാണ് വരുന്നത്. അപ്പോൾ നാളെ നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് ഉണ്ടാവും, എല്ലാവരും ജോയിൻ ചെയ്യുക. കാരണം കമ്പൈൻഡ് ആണ്, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാനുണ്ട്. കാരണം ഇത്രയും ഒരു കമ്പൈൻഡ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് എനിക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, റെക്കോർഡറാണ് സെൻഡ് ചെയ്തത് അല്ലേ. അപ്പം നാളെ നമുക്ക് കമ്പൈൻഡ് ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. പരമാവധി എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ്, എങ്ങനെ ചെയ്യും, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് നാളത്തെ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞുതരും കേട്ടോ. ഓക്കെ, ഇതൊന്ന് ഡാർക്കൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് ബനാന ലീഫ്. ഇപ്പം ട്രെൻഡിങ്ങിലുള്ളൊരു ലീഫ് തന്നെയാണ് ബനാന ലീഫ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിക്കാം. ഒരു കർവ് കൊടുക്കുക. ഓക്കെ, അതിനനുസരിച്ചിട്ട് തന്നെ വീണ്ടും ഡബിൾ ലെയർ ആക്കി കൊടുക്കുക. ലാസ്റ്റ് എത്തുന്ന സമയത്ത് തിന്നാക്കി കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു പാറ്റേണിലാണ് കൊടുക്കേണ്ടത്. ഈ ഒരു പാറ്റേണിൽ കൊടുക്കുക. അപ്പോൾ ബോത്ത് സൈഡും ഒരുപോലെ വേണം ആവാൻ വേണ്ടി കേട്ടോ. ഇനി ഇപ്പുറത്തതും ഈ ഒരു ഭാഗത്ത് എങ്ങനെയാണ് ചെയ്തത് അതന്നെ ഈ ഒരു ഭാഗത്ത് കൂടെ കോപ്പി ചെയ്യുക. ചെറുങ്ങനെ സൈസൊക്കെ മാറും, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഒരു കർവ് ഇങ്ങോട്ടേക്കാണ് വരുന്നെങ്കിൽ ഇതിൻ്റെ കർവും ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ബോൾഡ് ചെയ്യുക കേട്ടോ. ഇപ്പം പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യാനുണ്ടെങ്കിൽ ആദ്യം ഷെയ്ഡ് ചെയ്യുക, എന്നിട്ട് മാത്രം ബോൾഡ് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ, ഇങ്ങനെയാണ് ബനാന ലീഫ് കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ചെറുതാക്കിയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ടും കൊടുക്കാം കേട്ടോ, വലുതന്നെ വേണമെന്ന് നിർബന്ധമില്ല. ചെറുതായിട്ടുള്ളത് ഞാനൊന്ന് കാണിക്കാം.
ഇങ്ങനെയും കൊടുക്കാം, ബാക്കി രണ്ട് സൈഡും. ഓക്കെ. എടാ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ എന്തൊന്നും റെസ്പോണ്ട് ചെയ്യാത്തേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ. ഡൗട്ട് ഉണ്ടോ? ഇതാരെന്തോ ഒരാളെ റെസ്പോണ്ട് ചെയ്യുന്നില്ല കേട്ടോ. ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഹലോ എന്നെങ്കിലും പറയോ? ഹലോ. അത് പറയാൻ പറഞ്ഞോണ്ടാന്നല്ലേ അങ്ങനെ മാത്രം പറഞ്ഞ് ടോപ്പാക്കി പോയത്? ഇനി നെക്സ്റ്റ് ആണ് സെയിം ഇതുപോലെ തന്നെയാണ്, പക്ഷേ ഹാർട്ട് ലീവ്സ് ആണ് വരുന്നത്. അത് ലവ് ലീവ്സ് എന്നൊക്കെ പറയും. അതിന് ഇതുപോലെ കൊടുക്കണം, അതായത് സ്മോൾ ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഇത്ര ഹെവി ആയിട്ട്, അതായത് ഇത്ര ലെങ്ത് ആയിട്ട് കൊടുക്കണ്ട, ഇത്ര മതി കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ഹാർട്ട് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഹാർട്ട് വരക്കുക. ഓക്കെ. ഇനി എല്ലാം സെയിം അളവിൽ കിട്ടാൻ വേണ്ടിക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഡോട്ടഡ് ലൈൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഇപ്പം ഇങ്ങോട്ടേക്കാണെങ്കിൽ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സൈഡിലോട്ടേക്കായിരിക്കും. ഓക്കെ. കണ്ടില്ലേ, സെയിം സൈസിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വീണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ലീഫാണ്.